സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരായ വികാരമാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലും വിമർശനമുയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഈ വിമർശനമുയർന്നത്. അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ ഫലം അവലോകനം ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ ഈ വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. CPI മത്സരിച്ച 4 മണ്ഡലങ്ങളിലും തോറ്റു. മാവേലിക്കരയിൽ മാത്രമാണ് കുറഞ്ഞ വോട്ടിന് തോറ്റത്. ബാക്കി എല്ലായിടത്തും വൻ മാർജിനിലാണ് പരാജയം. വയനാട്ടിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ വോട്ടിനാണ് പരാജയപ്പെട്ടത് എങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 3.5 ലക്ഷമായെന്നതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുത്തേണ്ട സമയത്ത് CPI അത് ചെയ്തില്ലെന്ന് പാർട്ടി സംസ്ഥാന നിർവാഹക സമിതിയിൽ വിമർശനമുയർന്നു. എല്ലാം കഴിഞ്ഞ് പിണറായിക്കെതിരെ പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന ചോദ്യം യോഗത്തിലും ഉയർന്നു വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാഥമിക അഭിപ്രായ പ്രകടനങ്ങളാണ് നിർവാഹക സമിതിയിൽ ഉണ്ടായത്. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് പിഴവുകൾ ഉണ്ടായപ്പോൾ തന്നെ തിരുത്താൻ CPI മുന്നിട്ടിറങ്ങിയിരുന്നുവെങ്കിൽ ജനങ്ങളുടെ പിന്തുണ CPIക്ക് കിട്ടുമായിരുന്നു. CPMന്റെ തന്നെ അണികളും ആ തിരുത്തലിനൊപ്പം നിന്നേനെ. എങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾക്ക് മുഖ്യമന്ത്രിയും തയ്യാറാകുമായിരുന്നു. ജനം തോൽപ്പിച്ചവരെ ഇനി വീണ്ടും കുത്തിയിട്ട് എന്ത് കാര്യം? സർക്കാരിനെതിരെയുള്ള വികാരം ഈ വമ്പൻ തോൽവിയിൽ പ്രകടമെന്ന അഭിപ്രായവും ഉണ്ടായി. EP ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച വിവാദവും LDFനെ ബാധിച്ചു. പോളിംഗ് ശതമാനം കുറയാൻ അത് കാരണമായി. ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഫലത്തെക്കുറിച്ചുള്ള പാർട്ടി വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നതെന്ന വികാരവും യോഗത്തിലുണ്ടായി. CPI മത്സരിച്ച 4 സീറ്റുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ചർച്ചയുമാണ് പ്രധാനമായി നടന്നത്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട LDF ചർച്ചകളിൽ പങ്കെടുക്കേണ്ടിയിരുന്നതിനാൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കൂടുതൽ സമയം വിട്ടുനിൽക്കേണ്ടി വന്നു. വിശദമായ ചർച്ച അടുത്ത നിർവാഹക സമിതി കൗൺസിൽ യോഗത്തിൽ നടക്കും. കേരളത്തിൽ ഇടതുപക്ഷത്തു നിന്ന് വൻതോതിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പങ്ക് UDFനും മുഖ്യ പങ്ക് BJPക്കുമാണ് കിട്ടിയിരിക്കുന്നത്. അത് ഗൗരവമായി പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. റിപ്പോർട്ടിനെ അധികരിച്ച് നടന്ന ചർച്ചയിൽ തൃശൂരിലെ തോൽവിയാണ് പ്രധാനമായി പരാമർശിക്കപ്പെട്ടത്. മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകൾ തൃശൂരിൽ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ ചേർത്തു. ഫ്ളാറ്റുകളുടെ അഡ്രസ്സിൽ ചേർത്ത ഈ വോട്ടുകളുടെ ബാഹുല്യം അവസാന ഘട്ടമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴേക്കും വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞിരുന്നു. ഇതും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഭവിച്ചു. മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചത് അടക്കം സുരേഷ് ഗോപിക്കെതിരെ വന്ന നെഗറ്റീവ് വാർത്തകളും സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തിന് അനുകൂലമായ വികാരമുണ്ടാക്കി. സിനിമാ നടനെന്ന പ്രതിച്ഛായയും പാവങ്ങളെയും അവശത അനുഭവിക്കുന്നവരെയും സഹായിക്കുന്നയാളെന്ന പ്രതിച്ഛായയും സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു എന്നാണ് തൃശൂരിൽ നിന്നുള്ള നേതാക്കൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അറിയിച്ചത്. KP രാജേന്ദ്രൻ, രാജാജി മാത്യു തോമസ്, മന്ത്രി K രാജൻ എന്നിവരാണ് എക്സിക്യൂട്ടീവിൽ ഇക്കാര്യം പറഞ്ഞത്. കരുവന്നൂർ ബാങ്ക് അഴിമതിയും വലിയ തിരിച്ചടിക്ക് കാരണമായതായി നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന മന്ത്രി R ബിന്ദുവിന്റെ മണ്ഡലമായ ഇരിഞ്ഞാലക്കുടയിൽ ഇടതുമുന്നണി 3ാം സ്ഥാനത്തായി പോയി. ഇത് അപ്രതീക്ഷിതമായി പോയെന്നും നേതാക്കൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെ കാണാനും സ്വീകരിക്കാനും വന്നവർ പോലും പന്ന്യൻ രവീന്ദ്രന് വോട്ട് ചെയ്തില്ല എന്നും ചർച്ചയിൽ വിമർശിക്കപ്പെട്ടു. ജനം തോൽപ്പിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി ആക്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്ന പരിഹാസവും തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ചർച്ചയിൽ ഉയർന്നു വന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനും തുറന്നടിച്ചിരുന്നു. എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന പാഠം ഉൾക്കൊള്ളണം. എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചെന്ന് പരിശോധിക്കണം. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. CPMന് വിജയവും പരാജയവും ഉണ്ടായിട്ടുണ്ട്. പാർട്ടി ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദന്റെ 4ാം ചരമവാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ജനമാണ് പിണറായിയെയും ഇടതുമുന്നണിയെയും നിഷ്കരണം പരാജയപ്പെടുത്തിയത്. ജനം തോൽപ്പിച്ചവരുടെ നെഞ്ചത്ത് വീണ്ടും കുത്തുന്നതിൽ അർത്ഥമില്ല. തെറ്റുകൾ ചെയ്തു കൂട്ടിയ സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ CPIക്ക് ഇടതുപക്ഷത്തിന് പിന്നിൽ അണിനിരന്നിരുന്ന ജനങ്ങളുടെ വലിയ പിന്തുണ ലഭിക്കുമായിരുന്നു. CPM അണികളുടെ പിന്തുണയും കിട്ടുമായിരുന്നു. എന്നാൽ അത് ജനങ്ങൾക്കൊപ്പം നിന്ന് ഇടപെടാനോ തിരുത്തൽ ശക്തിയാകാനോ കഴിയാതെ പോയി. അങ്ങനെ തിരുത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകുമായിരുന്നെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. ജനത്തിന് പ്രയാസം വന്നപ്പോൾ അവർക്കൊപ്പം നിൽക്കാനായില്ല. അങ്ങനെ നിൽക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയാണെന്നും വിമർശകർ ഓർമ്മിപ്പിച്ചു.